ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെല്ലാവരും ചായ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ദിവസം തുടങ്ങുമ്പോൾ രാവിലെ കിട്ടുന്ന ചായ സൂപ്പറായാൽ അന്നത്തെ ദിവസവും സൂപ്പറാണെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. നമുക്ക് ഉണർവും ഉന്മേഷവും ഒക്കെ തരുന്ന ഒരു സൂപ്പർ ചായ രാവിലെ കിട്ടിയാൽ എങ്ങനെയിരിക്കും? ആ ഒരു ചായയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചായ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കുന്നു. ഞാനൊരു 2 ഗ്ലാസ് ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ ചായ കുടിക്കുന്നത് അതേ കപ്പിൽ അളവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്ന അതേ കപ്പ് തന്നെയാണ് അളവെടുക്കുന്നത് 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ളത്. 2 ഗ്ലാസ്സിന് 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത് ഒരു അരക്കപ്പൊക്കെ നമ്മൾ തിളപ്പിക്കുമ്പോൾ കുറഞ്ഞു പോകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞത്. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ, പിന്നീട് ഒരു പീസ് ഇഞ്ചി, ഇതൊന്ന് നന്നായിട്ട് ചതച്ച് വയ്ക്കുക കേട്ടോ. നമുക്ക് ചായയിലെ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മസാല ചായ ഒന്നും അല്ല, പക്ഷേ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ഏലക്കായും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉന്മേഷവും എനർജിയും കിട്ടും. വയറിനും നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഇതാണ് കേട്ടോ, റെഡ് ലേബലിൻ്റെ ലീഫാണിത്. ഇത് നല്ല സൂപ്പറായിട്ടുള്ള ചായ ഇതുകൊണ്ട് നമുക്ക് കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ടൊരു കളറൊക്കെ കിട്ടണം കേട്ടോ, എന്നാലേ നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. ചായക്ക് കാണാനും കുടിക്കാനും ഒക്കെ നല്ല കടുപ്പമുള്ള ചായ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക ചായപ്പൊടി. നമ്മുടെ ചായപ്പൊടിയൊക്കെ തിളച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കണം. നമ്മളൊരു 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. നമ്മൾ 2 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. അളവ് കറക്റ്റായിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് 1 കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. പാല് ചേർത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചായയൊക്കെ ഇതാ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരം ചേർത്തിട്ടില്ല. മധുരം ഇടാതെ കഴിക്കണമെങ്കിൽ മധുരം ഇടാതെയും കഴിക്കാം കേട്ടോ. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര കുറയ്ക്കുന്നവർക്ക് കുറച്ചിട്ട് കഴിക്കാം. അവരുടെ ഇഷ്ടത്തിനാണ് പഞ്ചസാര ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊരു ചായ ഇതേ ഒരു പ്രപ്പോർഷനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിരിക്കും. അന്നത്തെ ദിവസം നല്ല ഉന്മേഷവും എനർജിയും കിട്ടും. വേണമെങ്കിൽ ഈ ചായ ഒന്ന് നന്നായിട്ട് ആറ്റി പതപ്പിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്